സിഗരറ്റ് ഉപയോഗിക്കുന്നവർക്കും പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്കും ഇനി പോക്കറ്റ് അല്പം കൂടുതൽ ചോരും. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ എക്സൈസ് ഭേദഗതി ബിൽ പ്രകാരം പുകയില ഉൽപ്പന്നങ്ങളുടെ നികുതി നിരക്കുകളിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. നിലവിൽ GSTക്ക് പുറമെ ഈടാക്കുന്ന നഷ്ടപരിഹാര സെസ് 2026 മാർച്ചിൽ അവസാനിക്കുകയാണ്. ഈ വരുമാന നഷ്ടം നികത്താനാണ് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. പുതിയ നിയമം അനുസരിച്ച് സിഗരറ്റിന്റെ നീളം അനുസരിച്ച് 1000 സ്റ്റിക്ക് സിഗരറ്റുകൾക്ക് ഈടാക്കുന്ന എക്സൈസ് ഡ്യൂട്ടി 2700 രൂപ മുതൽ 11,000 രൂപ വരെയായി ഉയരാം. ഇതിനു പുറമെ ചവയ്ക്കുന്ന പുകയില, ഗുഡ്ക, ഹുക്ക എന്നിവയുടെ നികുതിയിലും വർധനവുണ്ടാകും. പുകയിലയുടെ ഉപയോഗം കുറയ്ക്കാൻ വിലയുടെ 75% നികുതി വേണമെന്നാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത്. നിലവിൽ ഇന്ത്യയിൽ ഇത് 53%. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ 18 രൂപയുടെ സിഗരറ്റിന് 72 രൂപയാകുമെന്ന വാർത്തകൾ പൂർണ്ണമായും ശരിയല്ല. സത്യത്തിൽ നിലവിലുള്ള സെസ് മാറി പകരം എക്സൈസ് ഡ്യൂട്ടി വരികയാണ് ചെയ്യുന്നത്. അതിനാൽ നികുതി ഭാരത്തിൽ അമിതമായ വർധനവ് പെട്ടെന്നുണ്ടാകില്ല. എങ്കിലും കമ്പനികൾ 5% വരെ വില വർദ്ധിപ്പിക്കാനാണ് സാധ്യത. അതായത് ഒരു സിഗരറ്റിന് 1-2 രൂപയുടെ വർധനവ് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഉയർന്ന വിലയുള്ള സിഗരറ്റുകൾ വാങ്ങുന്നവരിൽ നിന്ന് കൂടുതൽ ലാഭം ഈടാക്കി സാധാരണ ബ്രാൻഡുകളുടെ വില പിടിച്ചു നിർത്താനും കമ്പനികൾ ശ്രമിച്ചേക്കാം. ചുരുക്കത്തിൽ സിഗരറ്റ് വലി ഇനി അല്പം കൂടി ചിലവേറിയ ഒന്നായി മാറുമെന്ന് ഉറപ്പാണ്.